കുവൈറ്റിൽ മരിച്ച 23 മലയാളികൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. വീടുകളിൽ ഉള്ളുലയ്ക്കും കാഴ്ചകൾ. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചതിൽ വ്യാപക പ്രതിഷേധം. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ, അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കായിരുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് ഖാസിം കുറ്റവിമുക്തൻ. ഖാസിമിന്റെയും CPM നേതാവ് KK ലതികയുടെയും ഫോൺ പരിശോധിച്ചെന്ന് പോലീസ്. അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ പേജുകൾക്കെതിരെ അന്വേഷണം. ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടി സൈബർ സെൽ. ഇടുക്കിയിൽ കാരവാൻ പാർക്കിന്റെ സ്ഥലമുടമ വിപിൻ വിജയകുമാറിന്റെ പട്ടയത്തിലും അവ്യക്തത. ആധാരത്തിലും രേഖകളിലും സർവേ നമ്പറുകളിൽ വ്യത്യാസം. വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതിൽ റവന്യൂ വകുപ്പ് പരിശോധന. T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8-ൽ പാപ്പുവ ന്യൂഗിനിയയ്ക്കെതിരെ 7 വിക്കറ്റിന്റെ ജയം. ഒമാനെ 8 വിക്കറ്റിന് തകർത്ത് ഇംഗ്ലണ്ട്.